ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്രിക പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ആരതിയൊക്കെ എടുത്ത് ഒഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അച്ഛനും അമ്മയും എന്തോ കാര്യമായ സംസാരത്തിലാണ്. അപ്പോൾ ചന്ദ്രികയ്ക്ക് വിവാഹാലോചന നടത്തേണ്ടതൊക്കെ ആലോചിക്കുകയാണ് അവർ. അപ്പോൾ അതിനുശേഷം അമ്മേ എന്ന് വിളിച്ച് ചന്ദ്രിക വരികയാണ്. അപ്പോൾ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ മോളെ പൂജ കഴിഞ്ഞോ മോളെ? അമ്മേ. അച്ഛനും അമ്മയും ഒക്കെ ഭസ്മം എടുത്ത് നെറ്റിയിൽ വെച്ചു. അതിനുശേഷം ചന്ദ്രികയോട് അമ്മ ചോദിക്കുകയാണ്, ചന്ദ്രികയെ മലർ എവിടെ മോളെ? അപ്പോൾ അവൾ പറയണ വീട്ടിലുണ്ട് അമ്മേ. എന്നാൽ അവൾക്കും കൊണ്ടുപോയി ഭസ്മം വെച്ച് കൊടുക്ക്. ശരി അമ്മേ. ഏട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മഹേഷിൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് കിട്ടി. പക്ഷേ ഇനി എത്ര നാൾ എന്ന് കരുതിയാ ചന്ദ്രിക ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ? ലക്ഷ്മി മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്. അവൾക്ക് ചേരുന്നൊരു ബന്ധം കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും ചന്ദ്രികയെ കൺവിൻസ് ചെയ്ത് അവൾക്ക് വേറൊരു കല്യാണം നടത്തി കൊടുക്കണം. അതേക്കുറിച്ച് ചന്ദ്രികയോട് നേരത്തെ തന്നെ സംസാരിച്ചല്ലോ. അവളല്ലേ അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞത് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി പറയാണ്, അവൾ അങ്ങനെയൊക്കെ പറയും എന്ന് കരുതി നമുക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? വലിയവരായ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് എല്ലാം മനസ്സിലാക്കി കൊടുത്ത് അവളെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് തന്നെ നയിക്കണം. നീ പറയുന്നതൊക്കെ ശരിയാണ് ലക്ഷ്മി. പക്ഷേ ഇതുവരെ ചന്ദ്രികയാണ് നമ്മുടെ മകൾ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവളെ ആരാണ് കല്യാണം കഴിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ ഏട്ടാ. അപ്പോൾ എന്ത് ചെയ്യും ഏട്ടാ? നീയാണ് പറയേണ്ടത്. ചന്ദ്രികയാണ് നമ്മുടെ മകളെന്ന് പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ മേഘയുടെ മനസ്സ് വിഷമിക്കും എന്ന് നീയല്ലേ ഭയപ്പെടുന്നത്? അതെ ഏട്ടാ. സത്യം അറിഞ്ഞാൽ മേഘയുടെ മനസ്സ് തകർന്നു പോകും. കാരണം അവൾ എൻ്റെ സ്വന്തം മകളായിട്ട് വളർന്നതല്ലേ. പെട്ടെന്ന് നീ എൻ്റെ മോളല്ല എന്ന് പറയുമ്പോൾ അവളുടെ മനസ്സ് വിഷമിക്കില്ലേ ഏട്ടാ? നോക്ക് ഏട്ടാ, ചന്ദ്രികയും മേഘയും രണ്ടുപേരും നമ്മുടെ മക്കളാ. രണ്ടുപേരുടെയും ജീവിതം ശരിയായില്ല. അത് നമ്മളല്ലേ ശരിയാക്കേണ്ടത്. ആദ്യം ചന്ദ്രികയോട് സംസാരിച്ച് മറ്റൊരു കല്യാണത്തിന് സമ്മതമാകണം. അതിനുശേഷം ബാക്കി ആലോചിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും തന്നെ പരസ്പരം ഇരുന്ന് ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മേഘയെയും മുത്തശ്ശിയെയാണ്. മേഘ മുത്തശ്ശിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശി കൈവേദനിക്കുന്നു എന്ന് പറയാണ്. അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് വണ്ടിയിൽ കിടന്നിട്ട്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി, കൈ വേദനിക്കുന്നുണ്ടോ? ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് വേദനിക്കുന്നു. അതേ മേഘ, ആ നേഴ്സിന് എന്താ ഇത്ര ദേഷ്യം എന്നറിയില്ല. ഒരു വലിയ സൂചിയെടുത്ത് അവൾ കുത്തി കയറ്റിയത്. ആദ്യം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ മാറ്റാം. അതിനുശേഷം അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ മേഘ. എന്തിനാ മുത്തശ്ശി? ഇത്രയും നാൾ മുത്തശ്ശി ഈ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കാണിച്ചത്? അതെ. ഇത്രയും നാളായിട്ട് ഇവിടുന്ന് തരുന്ന ഗുളികൾ തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷുഗറും ബി പിയും കുറയുന്നേയില്ല, ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ തന്നെ പോകുന്നത്? ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇതേ ടാബ്ലറ്റ് തന്നെയായിരിക്കും തരിക. പക്ഷേ നമ്മൾ വേണം അത് കൃത്യസമയത്ത് കഴിക്കാൻ. വേദനിക്കുന്നു. അങ്ങനെ കഴിച്ചാലേ ഷുഗറും ബി പിയും ഒക്കെ കുറയും മുത്തശ്ശി. എന്തെങ്കിലും ചെയ്യാം. എനിക്ക് മേഘ, ഈ മരുന്നിലും ഗുളികയിലും ഒന്നും ഒരു വിശ്വാസവും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് അവർ. അപ്പോഴാണ് നമ്മളെ ലക്ഷ്മി അവിടെ അതുവഴി നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ മേഘയോട് പറയാണ്, മേഘ, ലക്ഷ്മി അല്ലേ അത്? അതേ മുത്തശ്ശി, അമ്മയാണല്ലോ പോകുന്നേ. എന്നിട്ട് മേഘ വണ്ടി നിർത്തി അതിനുശേഷം അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എവിടേക്കാ അമ്മ നടന്നു പോകുന്നത്? ഞാൻ കാറിൽ തന്നെയാണ് അമ്പലത്തിലേക്ക് വന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് കാറ് ബ്രേക്ക് ഡൗൺ ആയി. അതാ കാറ് ശരിയാക്കുമ്പോൾ ഞാനിങ്ങ് നടന്നു വന്നത്. എന്താ അമ്മ ഇത്? ഇത്രയും വെയിലത്ത് നടന്നു പോകുന്നു? അമ്മയ്ക്ക് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയിക്കൂടെ? നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? ചന്ദ്രിക ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ചന്ദ്രികയുടെ പേര് കേട്ടതും മേഘമല്ലാതായി. മുത്തശ്ശിയും വണ്ടിയിലിരുന്ന് പറയാണ്, അപ്പോൾ ലക്ഷ്മി, അതുകൊണ്ട് എനിക്ക് നടക്കണമെന്ന് തോന്നി. അടുത്ത് തന്നെയല്ലേ വീട്, അതുകൊണ്ട് നടന്നു പോകുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ശരി, ചന്ദ്രിക നിന്നെ നശിപ്പിച്ച് അല്ലേ? മുത്തശ്ശി ചോദിക്കുക. ശരി, വരൂ നമുക്ക് കാറിൽ പോകാം, മേഘ പറയാം. അപ്പോൾ ലക്ഷ്മിയുടെ കയ്യിൽ ചന്ദ്രിക വാങ്ങിക്കൊടുത്ത ബാഗാണുള്ളത്. അപ്പോൾ എന്നിട്ട് പറയാണ്, മേഘ, ഈ ബാഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ മുത്തശ്ശിയും മേഘയും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് മേഘ പറയാണ്, അമ്മയുടെ കയ്യിൽ ഒരുപാട് ബാഗുകളുണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ ഈ ബാഗ് വാങ്ങിയത്? ഇത് ഞാൻ വാങ്ങിയതല്ല, ചന്ദ്രിക എനിക്ക് വാങ്ങിത്തന്നതാ.
ഇത് ചന്ദ്രിക വാങ്ങി തന്നതാണോ? ആ അതെ. മുത്തശ്ശി അത് കേട്ട് അവളുടെ ആദ്യ ശമ്പളത്തിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നതാ. എന്താ അമ്മേ ഇത്? വന്ന് വന്ന് ഒരു ജോലിക്കാരി വാങ്ങിത്തരുന്ന ബാഗുകളൊക്കെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ നല്ലതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? വന്ന് വന്ന് ഒരു ജോലിക്കാരി വാങ്ങിത്തരുന്ന ബാഗുകളൊക്കെ യൂസ് ചെയ്യുന്നത്. മേഘ, ഇനി നീ അങ്ങനെ പറയരുത് ജോലിക്കാരിയെന്ന്. അവരെ ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. കാശും പണവും വെച്ച് ആരെയും നീ അളക്കരുത്. ചന്ദ്രിക വാങ്ങിത്തന്ന ബാഗിന് ചിലപ്പോൾ പൈസ കുറവായിരിക്കാം. പക്ഷേ അത് വാങ്ങിത്തന്ന ചന്ദ്രികയുടെ മനസ്സ് വളരെ വലുതാ മേഘ. അത് കേട്ട് മുത്തശ്ശി പറയാണ്, ആഹാ, അത് അവളുടെ മനസ്സ് നിനക്ക് മാത്രമേ മനസ്സിലാവൂ. നിങ്ങൾ കൊടുത്ത ജോലി കൊണ്ട്, നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് അതിൽ നിന്നും ഒരു ബാഗ് വാങ്ങിച്ചു തന്നിരിക്കുന്നു. ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? അപ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മേഘയും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ശമ്പളവും വാങ്ങുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് അവൾ എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ. അത് കേട്ട് മുത്തശ്ശി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാണ്, അത് നോക്കുമ്പോൾ ചന്ദ്രിക വാങ്ങിത്തന്ന ഈ ബാഗ് എൻ്റെ മനസ്സിന് വലുതാ. ഇത് കാഴ്ചപ്പാടിൽ സാധാരണ ഒരു ബാഗായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ വിലമതിക്കാനാവാത്ത ഒരു സാധനമാണ്. അത് കേട്ട് മേഘയ്ക്ക് രസിക്കുന്നില്ല. അപ്പം മേഘ പറയാണ്, ദയവ് ചെയ്ത് എന്നെ ചന്ദ്രികയായിട്ട് കമ്പയർ ചെയ്യരുത്, അതെനിക്കിഷ്ടമില്ല. അപ്പോൾ ലക്ഷ്മി, അങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പാടില്ല. പക്ഷേ ചന്ദ്രികയ്ക്കുള്ള നല്ല ഗുണങ്ങൾ എടുത്തു പറയുന്നതിൽ തെറ്റില്ലല്ലോ. ദയവ് ചെയ്ത് അവളെക്കുറിച്ചൊന്ന് സംസാരിക്കാതിരിക്കാമോ? എപ്പം നോക്കിയാലും അമ്മയ്ക്കും അച്ഛനും ചന്ദ്രികയാ വലുത്. അപ്പോൾ മുത്തശ്ശി ഒന്ന് മൂളുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ മഹേഷിനെയാണ്. മഹേഷ് ഇതാ ഒരിടത്ത് ഇരുന്നിട്ടാണുള്ളത്, വണ്ടിയും വെച്ചിട്ട്. അവിടെ മേഘ വന്നു പെട്ടെന്ന് ദേഷ്യത്തോടെ മഹേഷിൻ്റെ മുഖത്ത് അടിക്കുകയാണ്. അടി കഴിഞ്ഞതിന് ശേഷം പറയാണ്, നിന്നെക്കുറിച്ച് എത്ര നല്ല കാര്യങ്ങളാണ് ഞാൻ വീട്ടുകാരോട് പറഞ്ഞത്. എന്നിട്ട് നീ അമ്മയുടെ നെക്ലേസ് മോഷ്ടിച്ച് അത് കൊണ്ടുപോയി ദീപയ്ക്ക് കൊടുത്തിരിക്കുന്നു. നീ ചെയ്ത തെറ്റ് കാരണം അച്ഛനും അമ്മയും എന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ലാതൊക്കെ പറഞ്ഞു. നീ കാരണം എനിക്ക് എത്ര വലിയ അപമാനമാണ് സംഭവിച്ചത് എന്നറിയോ? മഹേഷ് പറയാ, സോറി മാഡം, അറിയാതെ പറ്റിപ്പോയതാ. എന്ത്? അറിയാതെ ചെയ്തെന്നോ? നിനക്ക് ഇങ്ങനെയൊരു സംഭവം കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നിന്നെ സഹായിക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ അപമാനിതയായി നിൽക്കുക. വീടിൻ്റെ പരിസരത്തൊന്നും വന്നേക്കരുത്, നിന്നെ അടിച്ച് ഓടിക്കും അവർ. മഹേഷ് വീണ്ടും പറയാണ്, മാഡം എന്നോട് ക്ഷമിക്കണം. എങ്ങനെയാ മഹേഷ് ഞാൻ ക്ഷമിക്കേണ്ടത്? ഇതുവരെ നിനക്ക് വേണ്ടി നടത്തിയ ചിലവൊക്കെ എൻ്റെ വേസ്റ്റായി. നിന്റെ കൂടെ കൂടിയതിന് കോർട്ടിൽ 1,00,000 രൂപ പിഴയടച്ച് നീ ജയിലിൽ പോകാതെ ഞാൻ രക്ഷിച്ചു. നീ ഇനി എന്നെ കാണാൻ വരരുത്. മാഡം അങ്ങനെ പറയരുത്, എനിക്ക് ഒരവസരം കൂടി തരൂ മാഡം. എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സ് ഞാൻ മാറ്റിക്കാണിക്കാം. ഓ പിന്നെ, കിട്ടിയ ചാൻസ് ഒക്കെ മിസ് ചെയ്തിട്ട് ഇനി നീ എന്തു ചെയ്യാൻ പോകുന്നെന്നാ? മലരിൻ്റെ മനസ്സിൽ നീ കള്ളനാണ്, മോശപ്പെട്ടവനാണ് എന്ന് പതിഞ്ഞു കഴിഞ്ഞു. ഇനി അവൾ നിന്നെ അച്ഛനായിട്ട് സ്വീകരിക്കാനും പോകുന്നില്ല. മാഡം അത് പിന്നെ. അപ്പോൾ മാഡം പറയാണ്, എനിക്കിനി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതും പറഞ്ഞ് മാഡം വണ്ടിയിലേക്ക് കയറിപ്പോയി. മഹേഷ് പിന്നാലെ പോയി വിളിക്കുന്നുണ്ട്, മാഡം 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 എന്ന്. അപ്പോൾ മാഡം അത് മൈൻഡ് ചെയ്യാതെ വണ്ടിയിൽ കയറി പോവാണ്. പിന്നെ ചന്ദ്രിക കോളേജിലേക്കും മലർ സ്കൂളിലേക്കും പോവാണ്. അപ്പോൾ മലർ ചോദിക്കുകയാണ്, അമ്മേ ഇനി എത്ര വർഷം കോളേജിൽ പഠിക്കണം? 3 വർഷം പഠിക്കണടാ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും 2 വർഷം കൂടി പഠിക്കണം. അപ്പോൾ അമ്മയും മേഘേൻ്റിയെ പോലെ വലിയ ആളാവോ അമ്മേ? അത് കേട്ട് ചന്ദ്രിക ചിരിക്കുക. അമ്മ മേഘേൻ്റിയെ പോലെ വലിയ ആളൊന്നും ആവില്ലടാ. എന്തായാലും അമ്മയ്ക്ക് മുത്തശ്ശൻ്റെ കമ്പനിയിൽ ജോലി തന്നിട്ടുണ്ടല്ലോ. നീ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയ ജോലി തരും. അമ്മയും ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാറ് വാങ്ങണം അമ്മേ. മേഘേൻ്റി പ്രിയയെ കാറിൽ കൊണ്ടുപോകുന്നത് പോലെ അമ്മയും എന്നെ കാറിൽ കൊണ്ടുപോകണം. ചക്കരക്കുട്ടിക്ക് കാറിൽ പോകാൻ അത്ര ഇഷ്ടമാണ്? ആ അതേ അമ്മേ, ഉറപ്പായും നീ കാറിൽ തന്നെ പോവുകടാ. എന്തായാലും അങ്ങനൊരു കാലം വൈകാതെ വരും. ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോകും എന്നൊന്നും അറിയില്ല, പക്ഷേ നീ പഠിച്ച് വലിയ ആളായി വലിയ നിലയിലെത്തി നീ കാറിൽ പോകും. ചന്ദ്രിക പിന്നെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് മലറിൻ്റെ കണ്ണിൽ കണ്ടത്, അതായത് മഹേഷിനെ. അമ്മേ അമ്മേ അങ്ങോട്ട് നോക്കമ്മേ, വിഷമത്തോടെ പറയാണ് മലർ. അപ്പോഴാണ് ചന്ദ്രികയും കാണുന്നത് മഹേഷിനെ. ദാ നോക്ക് മലർ, ആ മഹേഷും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല.
ഇനി നീ അയാളെ നോക്കാനും പാടില്ല, അയാളോട് സംസാരിക്കാനും പാടില്ല. അങ്ങോട്ട് നോക്കണ്ട, വാ. അപ്പോഴാണ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് കാണുന്നത് ചന്ദ്രികയും മലരും വരുന്നത്. മഹേഷ് വിഷമത്തോടെ ആ കാഴ്ച കണ്ടിട്ട് ഗ്ലാസും ചായയും അവിടെ വെച്ചിട്ട് ചന്ദ്രികയുടെ പിന്നാലെ വരികയാണ്. മോളെ എന്ന് വിളിച്ച് മലരിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്താ എന്താ മോളെ അച്ഛനെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത്? അച്ഛനെ മോള് മറന്നുപോയോ? മോള് കൈ എങ്ങനെയെങ്കിലും വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇതാ നോക്ക്, കോടതി നമുക്ക് വിവാഹമോചനം തന്നു കഴിഞ്ഞു. നീ മലരനോട് വന്ന് സംസാരിക്കാൻ നിൽക്കണ്ട, അത് നന്നാവില്ല. അപ്പോൾ മഹേഷ് പറയാണ്, ഇടി നമ്മൾ തമ്മിൽ ഡിവോഴ്സായി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, കോടതി സമ്മതിച്ചത്. പക്ഷേ മലരിൻ്റെ അച്ഛൻ ഇപ്പോഴും ഞാൻ തന്നെയാണ്. ഏത് കോടതി പറഞ്ഞാലും ഇവൾ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ മോളോട് ഇടപഴകാനും സംസാരിക്കാനും എനിക്ക് അധികാരമുണ്ട്. ഇത് തടയാനുള്ള അവകാശം ഈ ലോകത്ത് ഒരാൾക്കും ഇല്ല. ഇന്നിവൾ ജീവനോടെ ഉണ്ടെങ്കിലും അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഈ കഥ ഇനിയും എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? ദേ നോക്ക്, മലറിനെ എൻ്റെ കൂടെ വിട്ടേക്ക്. അവളെ ഞാൻ ബീച്ച് വരെ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്ന് വിട്ടേക്കാം. അപ്പോൾ ചന്ദ്രയെ ചോദിക്കുകയാണ്, ബീച്ചിലോ? നിങ്ങളെന്താ തമാശ പറയാ? ഇങ്ങനെ റോഡിൽ വന്ന് നിന്ന് ഗുണ്ടായിസം കാണിക്കാൻ നോക്കിയാൽ ഞാൻ മഹേന്ദ്രൻ സാറിനെ വിളിച്ചു പറയും. മഹേഷ് ചിരിക്കുക. ഇതാ നോക്ക്, ഞാൻ ആ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചത്. എന്നെ അടിച്ച് അവർ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ അവരെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇനി ഒരിക്കൽ കൂടി ഈ കാര്യത്തിൽ മഹേന്ദ്രനോ സിദ്ധാർത്ഥോ എൻ്റെ അരികിൽ വന്നാൽ അവരെ അടിച്ച് തുരത്തിയിട്ടേ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ. മര്യാദയ്ക്ക് ഇവിടെ എൻ്റെ കൂടെ വിട്ടേക്ക്. താൻ കുടിച്ചിട്ടുണ്ടല്ലേ? ചന്ദ്രിക പറയാം. കുടിച്ചിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ? ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് നടു റോഡിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നാണയില്ലേ? താലി കെട്ടിയ ഭർത്താവിനെ കളഞ്ഞ് മറ്റൊരുത്തൻ്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് നിനക്ക് നാണക്കേടില്ല. പിന്നെ എന്തിനാടി എനിക്ക് നാണക്കേട്? എങ്ങനെയൊക്കെയാണ് നീയും സിദ്ധാർത്ഥും കൂടി പ്ലാനിങ് ചെയ്ത് ദീപയെ കോടതിയിൽ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്തുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. നോക്ക് ചന്ദ്രികയെ, നീ ആ സിദ്ധാർത്ഥിനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ് അവൻ്റെ പാട്ടിന് പോകും. അവനെ വിശ്വസിച്ച് നിന്റെ ജീവിതം നീ കളയരുത്. ആ നോക്ക്, സിദ്ധാർത്ഥിനെക്കുറിച്ചോ മഹേന്ദ്രൻ സാറിനെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ഇവിടെ പിന്നെ നടക്കാൻ പോകുന്നത് വേറെയാ. ആ മലർ, പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രിക മലറിൻ്റെ കൈ പിടിച്ച് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും മറ്റേ കൈ മഹേഷ് പിടിച്ചു. എന്നെ ധിക്കരിച്ച് നീ ഇവളെയും കൂട്ടിക്കൊണ്ട് പോവോ? എനിക്കൊന്ന് കാണണമല്ലോ. മലറിൻ്റെ കൈ വിടാനല്ലേ പറഞ്ഞേ, കുഞ്ഞിൻ്റെ കൈവിട്. അമ്മേ അമ്മേ എന്ന് വിളിച്ച് മലർ നിലവിളിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയാണ്, അടങ്ങി നിൽക്കടി, എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് മോശമായിട്ട് പെരുമാറുന്നത്? കുട്ടിയെ വിടുക്കടി എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കൈ വിടുവിക്കുകയാണ് മഹേഷ്. അപ്പോൾ മലരും പറയാണ്, അമ്മേ അമ്മേ എനിക്ക് പേടിയാവുന്നു അമ്മേ, അമ്മേ അമ്മേ എനിക്ക് പേടിയാവുന്നു അമ്മേ എന്ന് പറഞ്ഞ് മലർ നിലവിളിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല പിടിവലിയിലാണ്. പോടി എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വലിച്ച് താഴേക്ക് തള്ളിയിട്ടു. അതിനുശേഷം മലറിനെയും കൂട്ടി പോവാണ്. അമ്മേ അമ്മേ എന്നെ വിട് എന്ന് പറയുന്നുണ്ട് മലർ. പക്ഷേ എടി മിണ്ടാതിരിയടി എന്ന് പറയാണ് മഹേഷ്. ചന്ദ്രികയുടെ കൈയിൻ്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രിക അവിടെ നിന്ന് കരയാണ്, മലർ മലർ മോളെ എന്ന് വിളിച്ച്. അപ്പോഴാണ് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ലക്ഷ്മി അമ്മ വണ്ടിയിൽ നിന്നും ഇറങ്ങി വിഷമിച്ച് നിൽക്കുകയാണ്. എന്നെ വിട്. അപ്പോൾ മഹേഷ് പറയാണ്, അച്ഛനാണ് മോളെ വിളിക്കുന്നത്, വാ അച്ഛൻ്റെ കൂടെ വാ. അപ്പോൾ ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഓടി വരികയാണ്. ചന്ദ്രിക മോളെ എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടി വരികയാണ്. അമ്മേ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പറയാണ്, അയ്യോ കയ്യിൽ മുറിവൊക്കെ ആയാലോ, രക്തം വരുന്നില്ല മോളെ, എന്താ മോളെ സംഭവിച്ചത്? അപ്പോൾ ചന്ദ്രിക പറയുന്നത്, മഹേഷ് പിടിച്ച് തള്ളിയതാ. ലക്ഷ്മി അമ്മ വിളിക്കുകയാണ്, എടാ മഹേഷേ, ദ്രോഹി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എടാ ചന്ദ്രികയെ റോഡിൽ വെച്ച് അടിച്ചത്? എൻ്റെ കുഞ്ഞ് എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അവളെ അടിക്കുകയല്ല, വെട്ടി കീറിക്കളയും ഞാൻ. എന്താ നീ കൊല്ലുമെന്നോ? എടോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ചന്ദ്രികയെ തൊടാൻ തന്നെ പറ്റില്ല. മുഖത്ത് ആഞ്ഞു വലിഞ്ഞൊരടി കൊടുത്തു ലക്ഷ്മി അമ്മ. എന്നിട്ട് പറയാണ്, എടാ കൊച്ചിൻ്റെ കയ്യിൽ നിന്നും കൈവിടടാ, വിട്. അപ്പോൾ അവൻ കൈ മുറുക്കി പിടിക്കുകയാണ് ഒന്നുകൂടെ. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നകറ്റാൻ നിങ്ങളാരാ? ഇതിന് മൂത്തതായോണ്ടാണ് കുറച്ച് നല്ലതിൽ പെരുമാറുന്നത്, ഇനി അല്ലെങ്കിൽ ഇതായിരിക്കില്ല എൻ്റെ പെരുമാറ്റം. അപ്പോൾ ലക്ഷ്മിയമ്മ വന്ന വണ്ടിയുടെ ഡ്രൈവർ, അപ്പോൾ മഹേന്ദ്ര സാറല്ല വന്നത്, ഡ്രൈവറാണ് വന്നത്. അപ്പോൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് ഓടി വരികയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്.
എടാ നീ എന്ത് ചെയ്യുന്നടാ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ലക്ഷ്മി അമ്മയോട് മഹേഷ് പറയാണ്. അപ്പോൾ ഡ്രൈവർ വീട്ട് പറയാണ്, എടാ ആരോടാ സംസാരിക്കുന്നതെന്നറിയാവോ? എടോ താൻ പോടോ, മഹേഷ് ഡ്രൈവറോട് പറയാണ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ നീ റോഡിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കുന്നത്? ആദ്യം ഇവിടുന്ന് നീ പോയിക്കോ, അതാ നിനക്ക് നല്ലത്. അപ്പം മഹേഷ് വീണ്ടും വിളിക്കാണ്, എടോ ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്, താൻ വെറുതെ ഇതിൽ തലയിടാൻ നോക്കണ്ട, എടോ താൻ പോടോ എന്ന് പറഞ്ഞ് അയാളെ ഒരു തള്ളു കൊടുത്തു. അപ്പോഴേക്കും കുറച്ച് പേർ അവിടെ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, മാഡം എന്താ ഇവിടെ പ്രശ്നം? സാർ അപ്പോഴേക്കും ലക്ഷ്മി അമ്മ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറയുകയാണ്. മഹേന്ദ്രൻ സാറിനെ കോടതിയിൽ വിളിപ്പിച്ചതും അവരുടെ ഡൈവോഴ്സ് ആയതും ഒക്കെ പറയാണ്. നടന്ന കാര്യങ്ങളൊക്കെ, ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറയാണ് വിശദീകരിച്ച് ലക്ഷ്മി അമ്മ. നീ ഇവരുടെ അടുത്ത് ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് പോയാൽ തൂക്കിയെടുത്ത് നിന്നെ ജയിലിലേക്ക് കയറ്റും, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോടാ. മഹേഷ് നിഷ്കളങ്കയായി പറയാണ്, സാർ ഇതെൻ്റെ മോളാണ് സാർ, എനിക്കിവളെ വേണം സാർ, ഇവിടെ എനിക്ക് തിരിച്ചു തരാൻ പറയൂ സാർ. എനിക്ക് കുട്ടിയെ വേണം അല്ലേ? നീ സ്റ്റേഷനിലേക്ക് വാ, ഇനി ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നോട് പറയണം. അതും പറഞ്ഞ് മാഡം കുഞ്ഞിനെ അടുപ്പിച്ച് പിടിക്കുകയാണ്. ഇവൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് കേസെടുത്ത് അകത്തിട്ടേക്കാം. കോൺസ്റ്റബിൾ വണ്ടി എടുക്ക്. സാർ വേണ്ട സാർ, എന്നെ വിട്ടേക്ക് സാർ. പക്ഷേ വന്നത് വഴിപോക്കരായിരുന്നില്ല, പോലീസുകാരായിരുന്നു. വേടാ എന്ന് പറഞ്ഞ് മഹേഷിനെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. അങ്ങനെ അവർ മഹേഷിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ മഹേഷ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവരെ തന്നെ. മൂർത്തി വണ്ടിയിൽ ഡ്രസ്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അത് എടുത്തേ. എടുത്തുകൊണ്ടുവരാം. ചന്ദ്രികയെ അമ്മേ നീ വന്നേ. ചന്ദ്രികയെ വാ എന്ന് പറഞ്ഞ് കാറിൽ കയറ്റുകയാണ് ചന്ദ്രികയെ. ചന്ദ്രികയുടെ മുറിവൊക്കെ ലക്ഷ്മി തന്നെ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ലക്ഷ്മി എന്നിട്ട് പറയാണ്, ഇപ്പം എൻ്റെ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മഹേഷിനെ ശരിയാക്കിയേനെ. എൻ്റെ ഭാഗ്യ ഏട്ടൻ ഇവിടെ ഇല്ലാത്തത്. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്തിനാ അമ്മേ ഇത്ര ചെറിയ മുറിവിനാണോ അമ്മ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രിക ഇത് ചെറിയ മുറിവാണോ? ഇത്രയും കൈമുറിഞ്ഞ് രക്തം വന്നുകൊണ്ടിരിക്കുന്നു. അമ്മ എന്താ അമ്മ ഇത്? ഇതൊക്കെ തനിയെ ഉണങ്ങിക്കോളും അമ്മേ. മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നതിനിടയിൽ ലക്ഷ്മി അമ്മ പറയാണ്, ചന്ദ്രിക എന്താണെന്നറിയില്ല ചന്ദ്രിക, നിനക്കൊരു ചെറിയ മുറിവ് വന്നാൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. അമ്മേ എന്താ അമ്മ ഇത്? എനിക്കൊന്നുമില്ല അമ്മേ. അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്തേ നോക്ക് ചന്ദ്രികയെ, ഇനി നീ ഒറ്റയ്ക്ക് ഒരിടത്തും പോകാൻ പാടില്ല. എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്നോട് പറയണം, ഞാൻ ഡ്രൈവറെ കൂടെ വിടാം കേട്ടോ. എന്തിനാ അമ്മ ഇതൊക്കെ? അതൊന്നും വേണ്ട അമ്മേ. മഹേഷിൻ്റെ ഭയന്നൊന്നും ജീവിക്കാൻ പറ്റില്ല അമ്മേ. വാ. അങ്ങനെ ലക്ഷ്മി അമ്മ ചന്ദ്രികയെയും മലരിനെയും കാറിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വരുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.